ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽവേ എക്സാമിനേഷൻ എഴുതുന്ന ടെക്നിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഒന്ന് ALP എന്ന് പറയുന്നൊരു പോസ്റ്റാണ്, മറ്റൊന്ന് ടെക്നീഷ്യൻ എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. രണ്ടും ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കുവാനും പ്രിപ്പയർ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനെ വളരെ സീരിയസ് ആയിട്ട് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വെച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ഗൈഡൻസ് തരുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു സൗജന്യ വെബിനാർ നൽകുന്നുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ രണ്ട് പോസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2026 അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 2026. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 2 വരുന്നതാണ് രണ്ടും. അതുപോലെ തന്നെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നതും സിമിലർ എമൗണ്ട് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 1ഉം 2ഉമായിട്ടാണ് വന്നത്. ഏജ് ലിമിറ്റ് ഒരേ പ്രായം തന്നെയാണ്, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായ ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ലോക്കോ പൈലറ്റിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ടെക്നീഷ്യന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ടയറുകളിൽ നടക്കുന്ന എക്സാമിനേഷൻ ആണ്. ഈ രണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 2 ടയറുകളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ലെക്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ചോദിക്കുന്ന ടയർ ഒരു പരീക്ഷയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ആയിട്ട് മാറുന്നത്. ചിലപ്പോൾ മറ്റൊന്ന് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. എന്നാൽ നമ്മൾ ഒരേപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടിനകത്തും ഏതെങ്കിലുമൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇവിടെ ALPയിലേക്കൊക്കെ വരുമ്പോൾ മെഡിക്കലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബാഡ് ലക്ക് കൊണ്ട് പോയാലും നമുക്ക് മറ്റൊരിടത്ത് പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ബാഡ് ലക്ക് കൊണ്ട് ടെക്നീഷ്യൻ പോയാലും നമുക്ക് എന്ത് ചെയ്യാം, ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിടത്തും ചാൻസ് എടുക്കാതെ കൃത്യമായിട്ട് തയ്യാറെടുക്കണം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് പഠിക്കുന്നതിനും ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നതിനുമായിട്ട് നമ്മൾ ഈ വരുന്ന 18-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ഈ വെബിനാറിൽ പങ്കെടുക്കണം. വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വെബിനാറിന്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് 2 എക്സാമുകളും ഒരേപോലെ ക്രാക്ക് ചെയ്യണം. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് കോഴ്സിന്റെ വിശദ വിവരങ്ങളുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.